ദേശീയപാത അതോറിറ്റി അരൂർ വൈറ്റില ബൈപ്പാസിൽ നടത്തുന്ന റോഡ് വികസനം ആശുപത്രിയിലേക്കുള്ള വഴി ഇല്ലാതാക്കുമെന്ന പരാതിയുമായി ആശുപത്രി അധികൃതർ ഹൈക്കോടതിയെ സമീപിച്ചു. കേസ് കോടതി ചൊവ്വാഴ്ച പരിഗണിക്കും. കൊച്ചി നെട്ടൂരിലെ ലേക്ക് ഷോർ ആശുപത്രിയാണ് പരാതിക്കാർ. അരൂർ വൈറ്റില 4-വരി പാതയുടെ വികസനം പൂർത്തിയാകുന്നതോടെ പ്രധാന റോഡിൽ നിന്ന് ആശുപത്രിയിലേക്ക് നേരിട്ടുള്ള പ്രവേശനം ഇല്ലാതാകുമെന്നാണ് പരാതി. സർവീസ് റോഡാണ് ദേശീയപാത അതോറിറ്റി ഇവിടെ നൽകുന്നത്. ഇത് മാടവന ഭാഗത്തേക്കാണ്. ഇതോടെ വൈറ്റില ഭാഗത്തുനിന്ന് വരുന്ന ആംബുലൻസുകൾ ഉൾപ്പെടെയുള്ളവ 1 കിലോമീറ്റർ അധികം സഞ്ചരിച്ചാലേ ആശുപത്രിയിലെത്താനാകൂ. മാത്രവുമല്ല, വീതി കുറഞ്ഞ സർവീസ് റോഡിൽ കൂടി ഇരുവശത്തേക്കും വാഹനങ്ങൾ ഓടുമ്പോൾ ഗതാഗത തടസ്സമുണ്ടാകുമെന്ന് കാണിച്ചാണ് ഹർജി നൽകിയിരിക്കുന്നത്. ഇവിടെ എല്ലാം വെട്ടിക്കുഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 10,000-2000-ലധികം വെഹിക്കിൾസ് ദിവസം വന്നുകൊണ്ടിരിക്കുന്ന ഈ സ്ഥാപനത്തിന് യാതൊരു വിധത്തിലും മാനേജ് ചെയ്യാൻ പറ്റാതെ വരും. ദിവസം 30-ലധികം ടാങ്കർ വെള്ളം ദിവസം അടിക്കുന്നതാണ്. പക്ഷേ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ 5 മീറ്റർ വീതിയാണ് ഇപ്പോൾ ഇവർ പ്രപ്പോസ് ചെയ്യുന്നത്. ആ വഴി കൂടെ അപ്പ് ആൻഡ് ഡൌൺ ട്രാഫിക് നമുക്ക് സാധിക്കില്ല. നമുക്കത് ഇത്രയുമധികം ആംബുലൻസുകൾ വരികയും അതുപോലെ 1200 എംപ്ലോയീസ് ഉള്ളതാണ്. ഞങ്ങൾക്ക് എംപ്ലോയീസിന് തന്നെ ഒരു 100-500 കൂടുതൽ വാഹനങ്ങളുണ്ട്. അതുകൂടാതെ ഇവിടുന്ന് വരുന്ന രോഗികളുടെ വാഹനങ്ങളും അവരെ കാണാൻ വരുന്നവരുടെ വാഹനങ്ങളും എല്ലാം കൂടി ഈ ട്രാഫിക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അതേസമയം അർബൻ മേഖലകളിൽ 4-വരി പാതയിൽ നിന്ന് നേരിട്ട് ഇടറോഡുകളിലേക്ക് പ്രവേശനം നൽകുന്ന പതിവില്ലെന്ന് ദേശീയപാത അതോറിറ്റി അധികൃതർ പറഞ്ഞു. അടിപ്പാതകളും യഥേഷ്ടം നൽകാറില്ല. ഇവിടെ അടിപ്പാതയ്ക്ക് തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നെങ്കിലും പിന്നീട് അത് മാറ്റിവെക്കേണ്ടി വന്നു. മാത്രവുമല്ല, നെട്ടൂരിലേതുപോലെ തീരെ കുറച്ച് സ്ഥാപനങ്ങൾ മാത്രം പ്രവർത്തിക്കുന്ന പ്രദേശത്ത് വാഹനങ്ങൾ പ്രധാന റോഡിൽ നിന്ന് തിരിയാൻ അനുവദിക്കാറില്ലെന്നും ദേശീയപാത വികസന വിഭാഗം പറയുന്നു. കഴിഞ്ഞ ദിവസം ഹർജി പരിഗണിച്ച കോടതി ആശുപത്രിയിലേക്കുള്ള റോഡ് പൊളിക്കുന്നത് തടയണമെന്ന ഹർജിയിൽ സ്റ്റേ അനുവദിച്ചില്ല. ഗതാഗതം സുഗമമായി നടത്താൻ എന്ത് ചെയ്യാനാകുമെന്ന കാര്യത്തിൽ ദേശീയപാത അതോറിറ്റിയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്.